അമ്മേ, ഇതിലെ മണ്ണെണ്ണ തീർന്നെന്നാ തോന്നുന്നേ. തീർന്നെങ്കിൽ കത്തിക്കണ്ട, ഇരുട്ടത്തിരുന്നാ മതി. ദേ അച്ഛൻ വരുന്നുണ്ട്. അതിനെന്താ, ചെന്നിരുന്ന് 4 അക്ഷരം പഠിക്കാൻ നോക്കണേ. ഈ അമ്മയ്ക്ക് എന്താ? എന്താടി നിന്റെ തള്ള ചത്തോ? ചത്താ പിന്നെ സൗകര്യമായല്ലോ. എന്താ? ഇന്ന് വേറെ എവിടുന്നും ചോറ് കിട്ടിയില്ലേ? വേറെ എവിടുന്നാടി? നിന്റെ തന്തയുടെ വീട്ടിൽ നിന്നോ? ഞാനൊന്നും അറിയുന്നില്ലെന്ന് വിചാരിക്കണ്ട. എന്താടി കിടന്ന് ചിലക്കുന്നത്? കാര്യം എന്താ നിങ്ങക്ക് അറിയില്ല? ഞാനുള്ളപ്പോ വേറൊരു പെണ്ണ്. ആ ബുദ്ധി നടക്കില്ല. എന്നെ ചോദ്യം ചെയ്തു ചവിട്ടി കൊല്ലിഞ്ഞാൽ. വേണ്ട, അമ്മയൊന്നും ചെയ്യല്ലേ. മാറടി, കൊല്ലട്ടെ, കൊന്ന് തിന്നട്ടെ, ആർക്ക് എല്ലാത്തിനും സൗകര്യമാവല്ലോ. അവളുടെ ഒരു ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നതെന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഓടേ തമ്പുരാനെ, ഞാൻ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളു. അതാടി മനപ്പൊരുത്തെന്ന് പറയണത്. ഞാൻ പറഞ്ഞില്ലേ കാർത്തികേയൻ വരുമെന്ന്. ഇതെന്താണ് ആകെ ദേഷ്യം കൊണ്ട മാതിരി? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? എന്നതാണെങ്കിലും പറയുന്നേ. അവളുടെ ഒരുമാതിരി ചോദ്യം. ചവിട്ടി കൂട്ടണമെന്ന് വിചാരിച്ചാ? അവർക്കിത് എന്നാത്തിന്റെ കേടാണ്? ചില പെണ്ണുങ്ങൾക്ക് മേലനങ്ങാതിരുന്ന് തിന്നുമ്പോ എല്ലിന്റെ ഇടയിൽ കുത്തിക്കേറും. ഇടയ്ക്ക് ഒരു മരുന്ന് കൊടുക്കേണ്ടത് നല്ലതാ. കണക്കിന് കൊടുത്തോടാ മോനെ. അണ്ണം വല്ലതും കഴിച്ചാ? എനിക്കൊന്നും വേണ്ട. അതൊക്കെ അവൻ പറയും. മേലനങ്ങിട്ട് വന്നേക്കണതാ. നീ പോയി കഞ്ഞെടുത്തു കൊടുക്ക്. തൊണ്ട നനയ്ക്കാൻ തുള്ളി ഉണ്ടോടാ മോനെ? ഓ, തള്ളക്ക് അതിന്റെ ഇടയിൽ തൊണ്ട നനയ്ക്കാഞ്ഞിട്ടാണ്. നീ പൂടിയാ സത്യം രക്ഷണം കിട്ടത്. അത് കളാന്ന്. അവർക്കിപ്പ നിങ്ങളെ പിടിക്കണുണ്ടാവില്ല. വലിയ വീട്ടിലെ പെണ്ണാണെന്നും തൊലിവെളുപ്പുള്ളതാണെന്നുള്ള തോന്നല് വന്നത് ഇപ്പോഴായിരിക്കും. അതിന്റെ കേടാണ്. ഇന്നിനിയിപ്പോ അങ്ങോട്ട് പോകണ്ട. വേദനയുണ്ടോ അമ്മേ? അമ്മേ, അച്ഛൻ ഇനിയും വന്നമ്മേ തല്ലൂ. എനിക്ക് പേടിയാവുന്നു. മോള് പേടിക്കണ്ട, കിടന്നോ.
അച്ഛൻ എപ്പോഴും ദേഷ്യ. ഇനി വന്നാലും അമ്മയൊന്നും മിണ്ടാൻ പോണ്ട. ഇല്ലെന്നൊന്നും ഉണ്ടല്ലോ. അവള് കാണും ഇന്നത്തേക്കുള്ളതായി. മേസ്ത്രി ഇപ്പൊ ഇവിടെ തന്നെ ആക്കിയോ വെറുതെ? നടക്കട്ടെ നടക്കട്ടെ. പോയോ? മോനെ കാർത്തികേയ, ഒരു 4 ഇങ്ങടുത്ത് ഒന്ന് മുറുക്കാൻ മേടിക്കാനാ. ഓരോരുത്തരുടെ യോഗം. ഓ, ഇങ്ങനെ അസൂയ പെരുത്ത് ഓരോ കൂട്ടങ്ങള്. എടി മോളെ, നീ അതൊന്നും കാര്യാക്കണ്ട. അവന്റെ കയ്യില് ഈപ്പച്ച മുതലാളിയുടെ കാശുണ്ട്. നോക്കിയും കണ്ടും നിന്ന അല്ലലില്ലാണ്ട കഴിയാ. എന്താടി സ്കൂളിൽ പോക്ക് നിർത്തിയോ? അമ്മയ്ക്ക് വയ്യാലോ, സുഖമായിട്ട് ഞാൻ പോയിക്കോളാം. എനിക്കെന്താ മാറാ രോഗമാ? ഓരോരോ കാരണം പറഞ്ഞ് സ്കൂളിൽ പോകാൻ മടി കാണിച്ചാലുണ്ടല്ലോ, നല്ല കീറ് വെച്ച് തരും ഞാൻ. സ്കൂളിൽ പോകാൻ നോക്ക്. മോളെ, അമ്മ ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല. മോള് പഠിച്ച് നല്ല നിലയിലെത്തണം. ഇല്ലെങ്കിൽ അമ്മയെ പോലെ നരയിക്കേണ്ടി വരും. അമ്മയ്ക്കും അനിയത്തിക്കും തുണയാവേണ്ടത് മോളാ. പ്രാർത്ഥിക്കുന്നത് മുഴുവനും അതിനാ. മോള് പെട്ടെന്ന് കുളിച്ച് റെഡിയായി സ്കൂളിൽ പോകാൻ നോക്ക്. അനഘയുടെ അമ്മേ, അനഘ എവിടെ? വരുന്നില്ലേ അവള്? അവൾ ഒരുങ്ങുക. ആ, അനഘയുടെ അമ്മേ, ഇത്തവണ സ്കോളർഷിപ്പ് എഴുതാൻ അനഘയുണ്ട്. എഴുതുന്ന പിള്ളേരിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷ അനഘയില. സ്കോളർഷിപ്പ് കിട്ടിയ ബാക്കിയുള്ള പഠനത്തിന് അവക്ക് പിന്നെ ആരെയും ആശ്രയിക്കണ്ടല്ലോ. അവളിനി റെഡിയായില്ലേ? അനഘേ, അനഘേ. ടീച്ചർ നടന്നു, അവള് വന്നോളും. ശരി, വാ. ടീച്ചർ പോയാ അമ്മേ? പോയി. നീ വേഗം പോവാൻ നോക്ക്. അമ്മേ, വേഗം ചോറെടുക്ക്. അമ്മേ, ഞാൻ പോട്ടെ. മോളെ, ചോറ്. സാരമില്ല അമ്മേ, എനിക്ക് വിശക്കില്ല.